നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത്. 1-5 ഗോളുകൾക്കാണ് വോൾവ്സിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. തിളങ്ങിയത് മറ്റാരുമല്ല, സൂപ്പർ സ്ട്രൈക്കർ ഏർലിംഗ് ഹാലണ്ട് തന്നെയാണ്. 4 ഗോളുകളും അദ്ദേഹമാണ് നേടിയിട്ടുള്ളത്. അതേസമയം ശേഷിച്ച ഗോൾ ഹൂലിയൻ ആൽവരസിന്റെ വകയായിരുന്നു. റോഡ്രി ഇരട്ട അസിസ്റ്റുകൾ ഈ മത്സരത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 പെനാൽറ്റി ഗോളുകൾ ഉൾപ്പെടെയാണ് ഹാലണ്ട് 4 ഗോളുകൾ അടിച്ചുകൂട്ടിയിട്ടുള്ളത്. സമീപകാലത്ത് ഏറെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു താരം കൂടിയാണ് ഹാലണ്ട്. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസമായ റോയ് കീൻ എപ്പോഴും ഈ ഒരു താരത്തെ പരിഹസിക്കാറുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ 4ാം ഡിവിഷൻ താരത്തെ പോലെയാണ് ഹാലണ്ടിന്റെ പ്രകടനം എന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് കഴിഞ്ഞ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ ഏർലിംഗ് ഹാലണ്ട് ഒരു ഗോൾ നേടിയിരുന്നു. ഹാലണ്ട് ഇപ്പോൾ മെച്ചപ്പെട്ടുവെന്നും ഇപ്പോഴാണ് ഇംഗ്ലണ്ടിലെ 2nd ഡിവിഷൻ താരത്തിന്റെ നിലവാരത്തിൽ എത്തിയത് എന്നുമായിരുന്നു പരിഹസിച്ചുകൊണ്ട് റോയ് കീൻ വീണ്ടും പറഞ്ഞിരുന്നത്. എന്നാൽ വിമർശനങ്ങളോട് ഹാലണ്ട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. മത്സരശേഷം ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹാലണ്ട് മറുപടി പറയുകയായിരുന്നു, ആ മനുഷ്യനെ ആര് മൈൻഡ് ചെയ്യുന്നു, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല എന്നുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഹാലണ്ട് പറഞ്ഞിട്ടുള്ളത്. റോയ് കീനിന്റെ വാക്കുകൾക്ക് യാതൊരുവിധ പരിഗണനയും താൻ കൽപ്പിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഏർലിംഗ് ഹാലണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂട്ട് റേസിൽ മുന്നിട്ട് നിൽക്കുന്നത് ഏർലിംഗ് ഹാലണ്ട് തന്നെയാണ്. 25 ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയതും ഇതേ ഏർലിംഗ് ഹാലണ്ട് തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.